16-ാം നൂറ്റാണ്ടിലെപ്പോഴോ ഒരാൾക്ക് വീട്ടിലേക്ക് പാൽ കൊണ്ടുപോകുന്ന വഴി ഒരു ഹിന്ദു ആൺകുട്ടിക്ക് പരിശുദ്ധ മാതാവ് തൻ്റെ കുഞ്ഞുമകനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. ഒരു കുളത്തിനടുത്തുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ആ കുട്ടി വിശ്രമിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് ആ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മകന് പാൽ ആവശ്യപ്പെട്ടു. കുട്ടി അവർക്ക് കുറച്ച് കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ താൻ വൈകിയതിനും വഴിയിൽ സംഭവിച്ച സംഭവത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പാലിൽ കുറച്ച് അളവിൽ കുറവുണ്ടെന്നും പറഞ്ഞ് ആ കുട്ടി ക്ഷമാപണം നടത്തി. എന്നാൽ അയാൾ പാൽപാത്രം പരിശോധിക്കുമ്പോൾ അത് നിറഞ്ഞിരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് ആ ഹിന്ദുവായ മനുഷ്യൻ ആ ആൺകുട്ടിയെ അനുഗമിച്ചു. അവർ ആ കുളത്തിനടുത്തെത്തിയപ്പോൾ പരിശുദ്ധ മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആ ആൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ മാതാവാണെന്ന് അറിഞ്ഞപ്പോൾ പ്രാദേശിക കത്തോലിക്ക സമൂഹത്തിലെ നിവാസികൾ ആനന്ദഭരിതരായി. പ്രത്യക്ഷീകരണം നടന്ന കുളത്തെ മാതാകുളം അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിൻ്റെ ടാങ്ക് എന്ന് വിളിക്കുന്നു. ഇതിവിടുത്തെ മറ്റൊരു നേർച്ചയാണ്. തങ്ങളുടെ കാര്യങ്ങൾ നടന്നതിന് ശേഷം നന്ദിയായും കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടിയും ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് എല്ലാവരും നീന്തൽ നേരാറുണ്ട്. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിൻ്റെ ഒരു ഭാഗം. പരിശുദ്ധ അമ്മയുടെ കുളം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യ മാതാവ് ഈ കുളക്കരയിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലന് പ്രത്യക്ഷപ്പെടുകയും അവനെ അത്ഭുതമാമിതം അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കുളത്തിലെ ജലം ദൈവകൃപയുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ വേളാങ്കണ്ണിയിലെ അതേ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പൊതുചതുരത്തിന് സമീപം മൂരു വിറ്റുകൊണ്ടിരുന്ന ഒരു വികലാംഗ ആൺകുട്ടിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അവൾ തൻ്റെ കുഞ്ഞിനും വേണ്ടി മൂര് ചോദിച്ചു. നാഗപട്ടണം എന്ന അടുത്തുള്ള പട്ടണത്തിലെ ഒരു ധനികനായ കത്തോലിക്ക പുരുഷനോട് തൻ്റെ ദർശനത്തെക്കുറിച്ച് അറിയിക്കാൻ മാതാവ് ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു. തൻ്റെ മുടന്തൻ കാൽ അത്ഭുതകരമായി മാതാവ് സുഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടി എഴുന്നേറ്റ് യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ആ മനുഷ്യന് ഒരു ദർശനവും ലഭിച്ചു. അതിൽ മാതാവ് അവൾക്കായി ഒരു ചാപ്പൽ പണിയാൻ ആവശ്യപ്പെട്ടു. പുരുഷനും ആൺകുട്ടിയും ഒരുമിച്ച് അത്ഭുതം നടന്ന സ്ഥലത്തേക്ക് മടങ്ങി. ഇത്തവണ മാതാവ് ഇരുവർക്കും പ്രത്യക്ഷപ്പെട്ടു. മാതാവ് രണ്ടാമതും പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തെ ആ മനുഷ്യൻ മാതാവിനായി ഒരു ഓലമേഞ്ഞ ചാപ്പൽ നിർമ്മിച്ചു. ഈ ചാപ്പൽ അനുഗ്രഹീതയായ മാതാവിൻ്റെ ആരാധനയ്ക്കായി ഒരു പുണ്യസ്ഥലമായി മാറി. ഇനി മുതൽ അവരെ ആരോഗ്യത്തിൻ്റെ അമ്മ എന്നും അവിടുള്ളവർ വിളിച്ചു. ഇത് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചൊരു മറ്റൊരു നേർച്ചയാണ്. കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികൾ വന്ന് ഇവിടെ ഈ മരത്തിൽ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായതായി ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പരിശുദ്ധയായ അമ്മ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് ഏതാനും പോർച്ചുഗീസ് വ്യാപാരി നാവികരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അത് അവരുടെ കപ്പലിനെ തകർത്തു. വ്യാപാരികൾ വേളാങ്കണ്ണി തീരത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ അവരെ ഓലമേഞ്ഞ ചാപ്പലിലേക്ക് കൊണ്ടുപോയി. അവർ മാതാവിന് നന്ദി അർപ്പിച്ചു. മടക്കയാത്രയിൽ ഒരു ചെറിയ സ്ഥിരം ചാപ്പൽ നിർമ്മിച്ചു. തുടർന്നുള്ള സന്ദർശനങ്ങളിൽ അവർ അതിൽ പുരോഗതി വരുത്തി. സെപ്റ്റംബർ 8-ന് മാതാവിൻ്റെ ജനന തീയതി ആഘോഷിക്കുന്നതിനും വേളാങ്കണ്ണിയിൽ സുരക്ഷിതമായ ഇറങ്ങിയ തീയതി അടയാളപ്പെടുത്തുന്നതിനുമായി വ്യാപാരികൾ ചാപ്പൽ മാതാവിന് സമർപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിലാണ് വേളാങ്കണ്ണിയിലെ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിൻ്റെ ചരിത്രം ഉദയം ചെയ്തത്. 1771 സെപ്റ്റംബറിൽ നാഗപട്ടണം ഇടവകയുടെ ഒരു സബ്സ്റ്റേഷനായിരുന്ന വേളാങ്കണ്ണി ഒരു ഇടവകയായി ഉയർത്തപ്പെട്ടു. കിഴക്കോട്ട് ദർശനമുള്ള മഹത്തായ ദേവാലയം 1920-ലും
1933 2 തവണ പുതുക്കി പണിതു. 1962 നവംബർ 3 വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി. മാതാവിൻ്റെ അത്ഭുത പ്രതിമയായ അവർ ലേഡിയുടെ പ്രത്യക്ഷീകരണങ്ങൾ, എണ്ണമറ്റ അത്ഭുതങ്ങൾ, ദേവാലയത്തിൻ്റെ ഗംഭീരമായ വാസ്തുവിദ്യ, സൗന്ദര്യം എന്നിവയാണ് ഈ ദേവാലയം ഒരു ബസിലിക്കയായി മാറാനുള്ള പ്രേരണകൾ. നിലവിലുള്ള ബസിലിക്ക 1975 അനുഗ്രഹിക്കപ്പെട്ട് തുറന്നു. 1985 ഓർ ലേഡി ടാങ്കിലെ ഒരു ചെറിയ ചാപ്പൽ പുതിയതും അനുഗ്രഹീതവുമായി നിർമ്മിക്കപ്പെട്ടു.